ഒരു ചോദ്യം. നമ്മൾ കാണുന്ന ചന്ദ്രൻ വെറുമൊരു ആകാശഗോളം മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു കഥയുണ്ടോ? ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ ഇഷ്ടാർ എന്ന പേരുള്ള ഒരു രഹസ്യനായികയാണ് ആ കഥ തുറന്നു കാണിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാണുക. ലോക ചാപ്റ്റർ 1ലെ ഏറ്റവും നിർണായകമായ കുറേ സത്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ആരാണ് ഇഷ്ടാർ? ഇഷ്ടാർ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ ഒരു ശക്തിയുള്ള സ്ത്രീ കഥാപാത്രമാണ്. പക്ഷെ അവൾ സാധാരണ മനുഷ്യയല്ല. അവൾ ദൂരെയുള്ള ഒരു ലോകത്തിൽ നിന്നും വന്നതാണ്. അവളുടെ വരവ് ഭൂമിയിലും ചന്ദ്രനിലും വലിയ മാറ്റങ്ങൾ വരുത്തി. ഇഷ്ടാറിൻ്റെ വേറൊരു പേരാണ് ഇനാന. ഇനാന എന്ന ദേവി പുരാതന മെസൊപ്പൊട്ടേമിയൻ യുദ്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ജനനശേഷിയുടെ ദേവതയാണ്. അവൾ രാഷ്ട്രീയ ശക്തി, ദൈവിക നിയമം, സൗന്ദര്യം, പ്രണയം, സൃഷ്ടിശക്തി എന്നിവയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനാനയെ ഒറിജിനലി സുമേറിയൻ, പിന്നീട് അക്കേഡിയൻ, ബാബിലോണിയൻ, അസീറിയൻസ് ആണ് ഇഷ്ടാറായിട്ട് ആരാധിച്ചിരുന്നത്. ഇവരെ അഭിസംബോധന ചെയ്തിരുന്നത് ദ ക്വീൻ ഓഫ് ഹെവൻ, അല്ലെ സ്വർഗത്തിൻ്റെ രാജ്ഞി എന്നാണ്. ഇഷ്ടാർ എല്ലായ്പ്പോഴും പ്രകാശത്തോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. അവൾക്ക് ഇരുട്ടിൽ വഴികാട്ടാനുള്ള ശക്തിയുണ്ട്. അവൾക്ക് മനുഷ്യർക്ക് പ്രതീക്ഷ നൽകാനുള്ള ശക്തിയുമുണ്ട്. അവളുടെ കണ്ണുകൾ തന്നെ ചന്ദ്രപ്രകാശം പോലെ തെളിയുന്നു. അവളുടെ സാന്നിധ്യം വന്നാൽ കഥയിലെ മറ്റ് കഥാപാത്രങ്ങൾക്ക് പോലും ധൈര്യം കിട്ടുന്നു. ലോക ചാപ്റ്റർ 1 ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നീലിയുടെ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു സീൻ. അതിൽ കുട്ടി നീലി ഒരു ഗുഹയിലൂടെ കയറി ഒരു തല പോയ ഒരു പ്രതിമയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ദേവിയുടെ പ്രതിമയാണത്. ആ പ്രതിമ ഇഷ്ടാറിൻ്റെ പ്രതിമയാണ്. ഈ ഇഷ്ടാറിനാണ് പഴയ കാലത്തെ ഈ നീലിയുടെ കുടുംബവും ആൾക്കാരും ഒരു ദേവിയായിട്ട് ആരാധിച്ചിരുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് മൂത്തോൻ. യുദ്ധത്തിൽ തകർന്ന തൻ്റെ ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ അവൻ സ്വന്തം അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പ്രകാരം ഭൂമിയിലോട്ട് വരികയും അവിടുത്തെ മനുഷ്യർക്ക് തീയും അറിവും നൽകി. എന്നാൽ അവൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. ഇഷ്ടാർ അവൻ്റെ യാത്ര മനസ്സിലാക്കിയ ഒരു കൂടപ്പുറപ്പായിരുന്നു. അവൾ തന്നെയാണ് മൂത്തോൻ്റെ വഴികാട്ടി. അവനെ ഒറ്റയ്ക്കാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയവൾ. ഈ ഇഷ്ടാറിൻ്റെ റോള് അവർ ചെറുതായിട്ട് മാറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും ഇഷ്ടാറാണ് ഈ യൂണിവേഴ്സിലൊരു വില്ലനായിട്ട് മാറാൻ ചാൻസ് ഉള്ളത്. ചന്ദ്രൻ നമ്മുടെ കണ്ണിൽ വെറും വെള്ള നിറമുള്ള ഒരു ഗോളം പോലെ തോന്നും. പക്ഷേ ലോക ചാപ്റ്റർ 1 ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പല സീനുകളിലും ചന്ദ്രൻ്റെ മുന്നിലൂടെയാണ് പൊങ്ങി ഉയരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്തിന്? കല്യാണിയുടെ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ ചന്ദ്ര എന്നാണ്. അപ്പോൾ ചന്ദ്രനും മൂണിനും ഒരുപാട് ഇമ്പോർട്ടൻസും റെഫറൻസസും ഈ സിനിമയിലുണ്ട്. ഇഷ്ടാറിൻ്റെ ശക്തി മുഴുവനും ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അനുനാക്കി. പുരാതന കഥകളിൽ അവർ മനുഷ്യർക്ക് അറിവ് നൽകിയ ജീവികൾ. ഇഷ്ടാർ ആ അനുനാക്കി പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ പ്രവൃത്തിയും മനുഷ്യരുടെ ചരിത്രവുമായി ചേർന്ന് കിടക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോക ചാപ്റ്റർ 1 ഇഷ്ടാറും ചന്ദ്രയും അനുനാക്കിയും മൂത്തോനും ഒക്കെ ആയിട്ടുള്ള ബന്ധം. തുടക്കത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു, ചന്ദ്രൻ വെറും ആകാശഗോളം മാത്രമാണോ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്രന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ചന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ടും ഇഷ്ടാർ എന്ന കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ടും മൂത്തോനുമായിട്ടും ഒരുപാട് റിലേഷൻസ് ഉണ്ട്. നമ്മൾ 3 കാര്യങ്ങളും പറഞ്ഞു ഈ വീഡിയോയിൽ. ഈ രഹസ്യങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു താക്കോലാണ് ഇഷ്ടാർ. അവളില്ലെങ്കിൽ മൂത്തോൻ്റെ ദൗത്യം പൂർത്തിയാവില്ല. ഭൂമിയുടെ ഭാവി പോലും മാറിപ്പോയേനെ. അപ്പോൾ ഇഷ്ടാറിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതിന് മുന്നത്തെ വീഡിയോയിൽ മൂത്തോനും അനുനാക്കിയും തമ്മിലുള്ള ബന്ധവും മൂത്തോൻ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യരെ എങ്ങനെ മാറ്റിയെന്നുമുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ആ വീഡിയോയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.